നമുക്ക് അടിപൊളി പ്ലം കേക്ക് തയ്യാറാക്കിയാലോ. അപ്പോൾ നമുക്ക് 200 ഗ്രാം മാർജറിൻ എടുക്കാം. മാർജറിൻ എന്ന് വെച്ചാൽ ബട്ടർ പോലെ ഇരിക്കുന്നതാണ്. അത് നല്ലപോലെ ക്രീമിയായിട്ട് ബീറ്റ് ചെയ്ത ശേഷം അതിലേക്ക് 1 കപ്പോളം പൊടിച്ച പഞ്ചസാരയോട് ചേർത്ത് നല്ലപോലെ ക്രീമിയാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പൊട്ടിച്ച് വെച്ചിരിക്കുന്ന 5 മുട്ട ഓരോന്നോരോന്ന് വീതം ചേർത്ത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഒരു പിരിഞ്ഞ പരുവമായിരിക്കും, പക്ഷേ സാരമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ബൂസ്റ്റും കൂടെ ചേർത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എസൻസ് കൂടെ ചേർത്ത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന മൈദപ്പൊടി ഉണ്ടല്ലോ, 1.5 കപ്പോളം മൈദയും 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും 1 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന മൈദപ്പൊടി ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നെയ്യും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഈ മിക്സിലേക്ക് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ചേർത്ത് വെക്കണം കേട്ടോ. ഈ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്തതിന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് മൈദപ്പൊടിയും കൂടെ ബാക്കി വെച്ചിരിക്കുന്നത് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് നമ്മൾ കാരമൽ കൂടെ ചേർത്ത് കൊടുക്കുക. അതും കൂടെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.